ഇന്നത്തെ വീഡിയോയിൽ ഇത്തവണ കൊച്ചിയിൽ നടക്കുന്ന ബിനാലയുടെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ജനങ്ങളുടെ ബിനാലെ കാണാൻ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി. അപ്പോൾ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളതിൽ ലഞ്ച് കഴിക്കാൻ ആദ്യമായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ മെയിൻ ഹൗസായ ആസ്പിൻ ഹൗസിലേക്ക് പോയത്. അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ആസ്പിൻ വാൾ ഹൗസാണ് കേട്ടോ. ഞാൻ നേരത്തെ ആസ്പിൻ ഹൗസ് എന്ന് പറഞ്ഞത്. ഞാനിവിടേക്ക് ആദ്യമായിട്ട് വരണേ ഈ ഭാഗം. ഇവിടെ എൻട്രി 2 തരത്തിലുണ്ട്. 1 ഡേ എൻട്രി ഉണ്ട്, 1 വീക്ക് എൻട്രി ഉണ്ട്. അത്ര അധികം കാണാനുണ്ട് ഇവിടെ. 1 ഡേ ടിക്കറ്റിന് അഡൽറ്റിന് 200, സീനിയർ സിറ്റിസന് 100, സ്റ്റുഡൻറ്റിന് 100. 1 വീക്ക് ടിക്കറ്റിന് അഡൽറ്റിന് 1000, സീനിയർ സിറ്റിസന് 500, സ്റ്റുഡൻറ്റിന് 500. അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പിന്നെ ബിനാലെ മാപ്പ് നമുക്ക് കിട്ടും. അതിന് 30 രൂപയാണ് കേട്ടോ. മാപ്പ് വാങ്ങി പോണതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ സ്ഥലത്തുണ്ട്. എവിടെയാണെന്നൊക്കെ നോക്കി പോകാമല്ലോ. ഞങ്ങളത് വാങ്ങിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നേരം ഉണ്ടായില്ല. ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ചയായല്ലോ. പിന്നെ 6 മണി വരെ ഉള്ളൂ. 10 മണി തൊട്ട് 6 മണി വരെയാണ് ടൈമിങ്. ഈ ബിനാലെ മുഴുവനായിട്ടും കണ്ടു തീർക്കാനായിട്ട് കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും വേണം കേട്ടോ. കൊച്ചി സമുദ്രത്തിൻ്റെ ശബ്ദവും ചരിത്രത്തിൻ്റെ നിശബ്ദതയും ഒരുമിക്കുന്ന നഗരം. 2026 ഈ നഗരം വീണ്ടും ലോകകലയെ സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു കലാപ്രദർശനം മാത്രമല്ല, ചിന്തകളുടെ, ചോദ്യങ്ങളുടെ, സംഭാഷണങ്ങളുടെ ഒരു യാത്രയാണ്. ആർട്ടിനോട് ഇഷ്ടമുള്ളവർ പോകണം ഇതൊക്കെ കാണാനായിട്ട്, അല്ലെങ്കിൽ ബോറടിക്കും. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ആർട്ടിനോടൊക്കെ ഇഷ്ടമുള്ള കാരണം എനിക്ക് ഇങ്ങനത്തെ കാണാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കൂടെ അന്ന് അനിയത്തിയായിരുന്നു. അനിയത്തിക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. ഇപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതെന്താണെന്നൊക്കെ ചിലതൊക്കെ മനസ്സിലാവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അവരത് അവിടെ വിവരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി അതും വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവണില്ലെങ്കിൽ നമുക്ക് ChatGPT ചോദിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി തരും എന്താണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ ഇവിടെയുണ്ട്. അവരുടെ അനുഭവങ്ങളും ആശയങ്ങളും കൊച്ചിയുടെ ഈ ഒരിടങ്ങളിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങൾ, തുറമുഖങ്ങൾ, ഇടവഴികൾ എല്ലാം തന്നെ കലയുടെ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്ന വേദികളായേക്കാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ആർട്ടും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സമൂഹത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച്. ഈ ഒരു ആസ്പിൻ വാൾ ഹൗസിൽ തന്നെ കുറേ അധികം സ്ഥലങ്ങളിൽ ആർട്ട് വർക്കുകളുണ്ട്. അപ്പോൾ അത് കണ്ടിറങ്ങുമ്പോൾ തന്നെ ഒരുവിധം സമയമാവും. പിന്നെ ഈ വഴി അങ്ങോട്ട് മുന്നോട്ടേക്ക് ജൂ സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭാഗം വരെയൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്ക് 2-3 കാണാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്തത് മുഴുവനായിട്ട് മുതലാക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഫ്രീ ആയിട്ടും ചില കലാകാരന്മാർ ചെയ്തു വെച്ച സൃഷ്ടികൾ കാണാൻ പറ്റി. അപ്പോൾ അതും കയറി കണ്ടു കേട്ടോ. ചില കലാസൃഷ്ടികൾ നമ്മളെ നിശബ്ദരാക്കും. ചിലത് നമ്മളെ ചോദ്യം ചെയ്യും. ചിലത് നമ്മളെ ചിന്തിപ്പിക്കും. കുറേ നേരം നമ്മുടെ മനസ്സിലതിങ്ങനെ നിൽക്കും ചില വർക്കുകൾ കാണുമ്പോൾ.
ഈ ഒരു റൂമിൽ കണ്ടത് കുറേ നൂലുകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ആർട്ട് വർക്ക്. നമ്മൾ ഈ കാണുന്ന ഫ്രെയിം ചെയ്തിട്ടുള്ളതൊക്കെ നൂലുകൊണ്ട് ചെയ്തിട്ടുള്ള ആർട്ടാണ് ദേ ഇവിടെ കാണുന്നത്. ഇത് പിന്നെ റൂമിൽ നിന്നപ്പോൾ ചാക്കുകൾ ഇട്ടേക്കാം. പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെയർ നിരത്തി വെച്ചിട്ട്, പഴയ ചെയറാണ് പക്ഷെ അതെല്ലാതും വെച്ച് അങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. There you go, sister. Is that all right? And that's it. പേടിച്ചു പോയി. You want to paint like this when you grow up? Can you be a painter? Yes. അത് നമ്മൾ ഇന്നലെ എടുക്കാത്ത 5 മണിയായില്ലേ?
അപ്പോഴാണ് ആസ്പിയൻ വോൾ ഹൗസിൽ നിന്ന് പുറത്ത് കിടക്കണത്. അപ്പോൾ ഒരു ബിനാലെ കട എന്ന് പറഞ്ഞിട്ട് ഒരു കട സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ചെറിയ 2 ഐറ്റംസ് വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള സ്ഥലത്തേക്ക് പോവാണ്. കൊച്ചി ബിനാലെ നമ്മളോട് പറയണത് ഒരേ ഒരു കാര്യമാണ്, കല കാണാൻ മാത്രമുള്ളതല്ല, അത് അനുഭവിക്കാൻ കൂടിയുള്ളതാണ്. ഓരോ സന്ദർശകനും സ്വന്തമായി അർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു യാത്രയാണിത്. ഇവിടെ ഉണ്ട് മുത്തു. Yeah, this is scary. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോയത് ആനന്ദ് വെയർ ഹൗസിലാണ്. അവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു പ്രത്യേക തരം കലാസൃഷ്ടിയാണ്. അമേരിക്കൻ ആർട്ടിസ്റ്റായ നാരി വാർഡിൻ്റെ ഡിവൈൻ സ്മൈൽ എന്നൊരു കലാസൃഷ്ടി. ഇത് മുഴുവനാക്കണമെങ്കിൽ ഈ കാണുന്ന വലിയൊരു കോളകയിൽ ഓരോ വ്യക്തിയുടെയും ചിരികൾ പതിയേണ്ടി വരും. ഇവിടെ വരുന്ന എല്ലാവരെയും തുറന്ന ടിൻകാനുകളിൽ ചിരിക്കാൻ ക്ഷണിക്കും. ഓരോ ക്യാനിൻ്റെയും അടിയിൽ മിറർ ലൈനുള്ള മൈലാർ പതിപ്പിച്ചിട്ടുണ്ടാവും. അതിലൂടെ ആളുകൾക്ക് അവരുടെ മുഖത്തുള്ള പുഞ്ചിരിയുടെ പ്രതിഫലനം കാണാൻ കഴിയും. തുടർന്ന് വാർഡ് ഒരു കൈകൊണ്ടുള്ള ക്രാങ്ക് ഉപകരണം ഉപയോഗിച്ച് ടിൻ ക്യാനുകൾ അടച്ച് ആ പുഞ്ചിരി കുറേ നാൾ അതിൽ സംരക്ഷിക്കപ്പെടുന്നു. ഓരോരുത്തർക്കും 2 ക്യാനുകൾ ലഭിക്കും. ഒരെണ്ണം അവിടെയുള്ള ആ ഗോളകയിൽ പതിപ്പിക്കാനും ഒരെണ്ണം നമുക്ക് കൈവശം വെക്കാനായിട്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നമുക്ക് കൊണ്ടുവരണമെങ്കിൽ. അങ്ങനെ ഞങ്ങളും അതൊന്ന് ചെയ്ത് നോക്കി. ഒരെണ്ണം കൊണ്ടുപോവാ. ഇത് മുഴുവൻ അതെന്നാ ഇതിപ്പോ വർക്ക് ചെയ്യുമ്പോ ഒരുമിച്ച്
ഇങ്ങനെ ശേഖരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പുഞ്ചിരി ഒന്നിച്ചു ചേർത്ത് പൊതു സന്തോഷത്തെ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ആർട്ട് വർക്കിൻ്റെ ആശയം. ഈ ഒരു ആർട്ട് വർക്കിൽ നമ്മളും ഒരു സഹസ്രഷ്ടാവായി മാറുകയാണ് കേട്ടോ. അവിടെ നമ്മളുടെ ഒരു പുഞ്ചിരി അവിടെ കൊടുക്കുന്നതിലൂടെ ഓരോരുത്തരുടെയും ഈ ഡിവൈൻ സ്മൈല് ഒരു വലിയ സാമൂഹ്യ ദീപമായി തീരുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ. കൊണ്ടുപോലെ കാണാം അല്ലേ ഒരു ഇതുപോലെ എന്ന് പറയുന്നത് നമ്മള് എല്ലാം റിലേറ്റബിളി ടു ഗോൾഡ് ആണ് ഇൻ ഫ്രേസസ് ഇൻ വേർഡ്സ് ആൻഡ് ഇൻ മെറ്റീരിയൽ ആയാലും. സോ ഹിയർ യു വിൽ സീ കൊലാർ നമ്മളെ KGF അതിന്റെ അവിടുന്ന് എടുത്ത പഴയ വീഡിയോ ആണ് അത് when it was actually working. So here also you see കൊലാറിന്റെ സൈനൈഡ് ഹിൽസ് ആണ് ഇത്. ഇത് അത് റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വാക്സ് സ്റ്റാച്ചു ആണ് സാർ ഉണ്ടാക്കിയത്. ജോഷ് സാറാണ് ചെയ്തത്. And there also you will find this frame was done by Aisha ma'am in reference to the video that was given to her by her friend. ഇങ്ങനെയാണ് അപ്പൊ ഗോൾഡ് മൈനിങ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് അല്ലേ? ലൈക്ക് അറൌണ്ട് ഇവര് ഡിഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 9 months ഡിഗ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. 9 months they are not extracting any gold. Basically they are not getting anything. Then it will take like 3 months to get like minimum of 10 grams of gold. ചിലയിടത്ത് കൂടുതൽ കിട്ടും, ചിലയിടത്ത് ഒന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ അല്ലേ? Like keep on digging. So it's affecting the environment and all, but still gold നമ്മൾ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നതാണ്. നമ്മൾ സ്പെഷ്യലി ഇൻ കേരള നമ്മൾ ഗോൾഡിന് വേറെ തന്നെ ഒരു വില കൊടുക്കുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ we are first investing in gold. സ്ഥലം ഗോൾഡ് ഇതാണ് മെയിൻ പോകുന്നത്. സോ അതിന്റെ ഒരു മിസ്റ്റേക്കിലൊക്കെ എവിടെയുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ ടേക്കൺ ഫ്രം കൊലാർ. ഹോളോ ലാൻഡ് ആണെന്ന് പറയുന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദേ ഹാവ് എക്സ്ട്രാക്റ്റഡ് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നും ലൈക്ക് ആൾക്കാരൊക്കെ വന്നിട്ട് പുറത്തൊക്കെ വന്ന് ലൂട്ട് ചെയ്ത ഒരു സ്ഥലം ആണ്. ഇൻ വേൾഡ് ലൈക്ക് വി ഹാവ് നമ്മള് സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തത് ഇസ് ഫ്രം കൊലാർ. And they still have gold over there. We're planning to extract from there, but the expense is too much. പറഞ്ഞ പോലെ കുറെ ടൈം എടുക്കും. ടൂ മച്ച് ആണ്. ഇപ്പൊ 200 വെച്ച് എക്സ്പെൻസ് വെച്ച് ഡിഗ് ചെയ്യുന്ന they will only get like 100.
ഗോൾഡ് കിട്ടും. സോ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. സോ ഇപ്പൊ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിള്ളേരുടെ ഇതൊക്കെ. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ മെൻഷൻ, തൃശ്ശൂരിന്ന് എടുത്തതാണ്. എവിടുന്നാ നിങ്ങൾ? എവിടുന്നാ? ഞങ്ങള് തൃശ്ശൂരാണ്, ഇരിങ്ങാലക്കുട. ഇത് കാണുമ്പോ മനസ്സിലാവല്ലോ എവിടുന്നാണെന്ന്. എവിടുന്നാണെന്ന് ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നേരെ അങ്ങോട്ട് പോയി. മിഥില ജ്വല്ലറി. ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഇസ് ലോട്ട് ഓഫ് മെൻ വർക്ക് ചെയ്യുന്ന മെൻ ആണ്. ട്രാൻസാക്ഷൻസ് ആർ ഡൺ ബൈ മെൻ. എന്റെ അച്ഛൻ ഗോൾഡ് സ്മിത്ത് ആണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഐ ഹേർഡ് ലൈക്ക് തൃശ്ശൂരിൽ ലൈക്ക് ഇൻ ഓൾഡൻ ഡേയ്സ് ദേ യൂസ് ടു ലൈക്ക് ക്യാരി ഗോൾഡ് അറൗണ്ട് ആൻഡ് ലൈക്ക് ചെയ്തിട്ട് നേരെ പോയി സെൽ ചെയ്യാൻ. ഇറ്റ് വാസ് ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. ഇവിടെ വന്നപ്പോ ഞാൻ അറിഞ്ഞത്. സോ ദിസ് ഇസ് ഹാൻഡിൽ ബൈ മെൻ ആൻഡ് വോൺ ബൈ വുമൺ. ഇവിടെ ആള് കഥ പറഞ്ഞു തരും, ഞാൻ തിരിച്ച് ലെറ്റേഴ്സ് പറഞ്ഞു തരും. ലെറ്റർ ബൈ ലെറ്റർ പറഞ്ഞു കൊടുക്കാൻ സ്റ്റോറി പറയും മോള്. പറഞ്ഞുതരും. ഇപ്പൊ നമ്മള് ലെറ്റർ ബൈ ലെറ്റർ തിരിച്ചു പറഞ്ഞു തരും. ആൽഫബറ്റ് അറിയാം, പക്ഷെ സ്പെല്ല് ചെയ്യാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. എത്ര ഏജ് ആയി? 5 years old. She tells me the story and I spell it out for her. ഇവിടെ ഞങ്ങൾക്ക് 5 വയസ്സുള്ള അരുവി മോളുടെ ആർട്ട് വർക്കുകൾ കാണാൻ പറ്റി. ഇവിടെ ടിക്കറ്റ് ഇല്ലാണ്ട് കയറിയതാണ് കേട്ടോ. നമുക്കറിയില്ല, അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഫ്രീ ആണെന്നുള്ളത് മനസ്സിലാവണത്. അങ്ങനെ ഇവിടെ കയറിയപ്പോഴാണ് ഈ ഒരു മോളുടെ ആർട്ട് വർക്കുകളൊക്കെ കാണാൻ പറ്റിയത്. കലയോടും യാത്രയോടും ഇഷ്ടമുള്ളവർക്ക് കൊച്ചി ബിനാലെ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം തന്നെ ആയിരിക്കും.